ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആണ്. അത് വിചാരിച്ചിട്ട് ആരും കാണാതെ പോകരുത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂർഗിലെ ലാസ്റ്റ് വീഡിയോ ആണ്. ദുബാറ എലിഫൻറ്റ് ക്യാമ്പ് കാണാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നിസർഗധാമയിൽ നിന്ന് ഓട്ടോയിലാണ് കേട്ടോ ഇവിടേക്ക് പോകുന്നത്. ശരിക്കും ബസ്സിൽ വരാവുന്ന ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. പക്ഷേ ബസ് ഇങ്ങനെ എപ്പോഴെപ്പോഴും ബസ്സില്ല. പിന്നെ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒത്തിരി ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ടതും ലഗേജും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് വന്നത് കേട്ടോ. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ആന ക്യാമ്പാണ് കേട്ടോ ദുബാറ എലിഫൻറ്റ് ക്യാമ്പ്. കാവേരി നദിയുടെ തീരത്താണ് ഈ ക്യാമ്പ് ഉള്ളത്. 2 തരത്തിലാണ് കേട്ടോ നമുക്ക് ഈ ക്യാമ്പിലോട്ട് പോകാൻ പറ്റുക. ഒന്ന് ബോട്ടിൽ, പിന്നെ ഇതാ വെള്ളമില്ലാത്ത സമയത്ത് ഇതുപോലെ നടന്നിട്ട് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ ആനക്യാമ്പ് കണ്ടിട്ട് അങ്ങ് പോവല്ല കേട്ടോ. ഇവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ കാവേരി നദിയുടെ കാഴ്ചകളൊക്കെ കൊണ്ട് ഫോറസ്റ്റിനുള്ളിൽ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും. അതിന് ഒരു ദിവസത്തേക്ക് 4000 രൂപയുടെ മേലെയാണ് വരുന്നത്. ഫോറിനേഴ്സിന് ചാർജ് കൂടുതലാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റ് സഫാരി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിവറിൻ്റെ ഉള്ളിൽ റിവർ റാഫ്റ്റിംഗ് വരുന്നുണ്ട് കേട്ടോ. അത് പെർ ഹെഡിന് 600 രൂപയാണ് വരുന്നത്. 7 കിലോമീറ്ററാണ് റിവർ റാഫ്റ്റിങ്ങിന് നമുക്ക് പറ്റുക. 55 വയസ്സ് വരെയുള്ളവർക്കാണ് റിവർ റാഫ്റ്റിംഗ് പറ്റുള്ളൂ. പിന്നെ നല്ല വെള്ളമുള്ള സമയത്ത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ ബോട്ടിലാണ് കൊണ്ടുപോവുക. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് ഫോറസ്റ്റിൽ തന്നെ ബോട്ടിലാണ് കേട്ടോ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്നത്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പിന്നെ ഇവർ പ്രത്യേകം പറയുന്നുണ്ട്, വയസ്സായ ആളുകൾക്കൊക്കെ ഇങ്ങനെ വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ആനനെയൊക്കെ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ. പക്ഷേ ഇങ്ങനെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹാരംഗി എലിഫൻറ്റ് ക്യാമ്പ് കാണുന്നതായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലതെന്നാണ് പറയുക. കാരണം ഈ കല്ലിൻ്റെയൊക്കെ ഇടയിൽ കാല് പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ കുറച്ച് ആഴമുണ്ട് ഇങ്ങനെ വെള്ളം കെട്ടി കിടന്നിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ 11:30 വരെയും, അതുപോലെ തന്നെ വൈകിട്ട് 4:30 മുതൽ 5:30 വരെയാണ് കേട്ടോ ഇവിടുത്തെ സമയം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇത്തിരി നേരത്തെ എത്തിയിരുന്നു. 2:30 വന്നിട്ട് നട്ടപ്പറ വെയിലത്ത് ഇരിക്കലായിരുന്നു ഞങ്ങളുടെ പടി. പിന്നെ ഇങ്ങനെ ബോട്ട് റൈഡൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് നമുക്ക് താമസിക്കാനുള്ള റിസോർട്ടിൻ്റെ ഇത് വരുന്നത്. ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ വരാനായിട്ട്. അതുപോലെ തന്നെ ആനകളെ കുളിപ്പിക്കാനായിട്ട് ഒരാൾക്ക് 250 രൂപ കൊടുത്താൽ രാവിലെ വന്നാൽ നിങ്ങൾക്ക് ആനകളെ കുളിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ അതിസാഹസികമായ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളിവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എൻട്രി ഫീസ് 10 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ 50 രൂപയും 10 വയസ്സിന് മേലെയുള്ളവർക്ക് 100 രൂപയാണ് വരുന്നത്. പിന്നെ ആന സഫാരി ഉണ്ടായിരുന്നു, അത് നിർത്തിവെച്ചെന്നാണ് കേട്ടത്. അപ്പോൾ ദാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിനെ ഉള്ളിലോട്ട് പോയി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ വരുമ്പോൾ നിങ്ങൾ പൈസയായിട്ട് തന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് കൊടുക്കണം. വേറെ ഒരു തരത്തിലുള്ള ഇതും അവരെടുക്കില്ല. കാർഡോ UPIയോ അങ്ങനെ ഒന്നും തന്നെ അവരെടുക്കില്ല. നമ്മൾ പൈസയായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നടന്ന് അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക. എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന പോലെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അധികം ആരും വന്നിട്ടില്ല. 2 ആളെ നമ്മൾ ആ സമയത്തൂടെ കണ്ടുള്ളൂ. അപ്പം അതാ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഇയാളുടെ അടുത്ത് നമ്മൾ പോയിട്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ആൾ പതുക്കെ അവിടെ നിന്ന് വരാനുള്ള ഇതൊക്കെ കാണിച്ചിട്ടോ. പതുക്കെ ഇങ്ങനെ നടന്ന് വരുന്നു. നമുക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം ആരും ഇല്ല. ഈ 2 ആനകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. പിന്നെ ആ സൈഡിലൂടെയൊക്കെ അങ്ങ് വെള്ളം കുടിക്കാനായിട്ട് നടന്നു പോകുന്നതിനൊക്കെ കണ്ടായിരുന്നു. ഇവിടെയുള്ള ആനകളുടെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 8:30 മുതലാണ് കേട്ടോ. 8:30 ആകുമ്പോൾ ആനകളും ആനപ്പാപ്പാമാരെല്ലാവരും കൂടെ ഇവിടെ വന്ന് നിൽക്കും. അതിനുശേഷം 9:30 മുതൽ 10:30 വരെ ഇവരുടെ കുളിയുടെ സമയമാണ്. ആ കുളിയുടെ സമയത്താണ് കേട്ടോ പബ്ലിക്കിനെ ഇവരെ കുളിപ്പിക്കാനായിട്ട് പറ്റുക. 250 രൂപയാണ് ഒരാൾക്ക് ആനേനെ കുളിപ്പിക്കാനുള്ള ടിക്കറ്റിൻ്റെ ചാർജ്. അതിനുശേഷം പിന്നെ ഇവരുടെ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ സമയമാണ്. ഓരോരുത്തർക്കും ഒരു അളവിൽ, പ്രത്യേക അളവിൽ ഫുഡൊക്കെ ഉണ്ട്. അത് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഇവർക്ക് കൊടുക്കാനായിട്ട് നമുക്കും പറ്റും കേട്ടോ. അതിന് വേറെ ടിക്കറ്റ് നമ്മൾ എടുക്കണം. അത് 10:30 മുതൽ 11:30 വരെയാണ്. അതോടുകൂടി രാവിലത്തെ പബ്ലിക്കിൻ്റെ ആ ഒരു സമയം ഇവിടുത്തെ കഴിഞ്ഞു. പിന്നെ ഈ ആനകളെല്ലാം നേരെ
ദുബാര ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് ഇവർ പോവും. അതിന് ശേഷം 4:30 ആകുമ്പോഴാണ് കേട്ടോ ഈ ആനകളെല്ലാം തിരിച്ച് ക്യാമ്പിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ പോയിട്ട് തിരിച്ച് വരുന്ന ആളെയാണ് നേരത്തെ അതിലെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 4:30 മുതൽ 5:30 വരെ പിന്നെ ഇവിടെ വിസിറ്റേഴ്സ് ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ക്യാമ്പ് കാണാൻ വരുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ എല്ലാവരും ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ നമുക്ക് വീണ്ടും ഇവർക്ക് വൈക്കോലൊക്കെ ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ബ്ലെസ്സിങ്ങിന് 50 രൂപ, ആനയെ തൊടണമെങ്കിൽ 50 രൂപ, ആനയുടെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ 50 രൂപ, ആനയ്ക്ക് പുല്ല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 50 രൂപ. ഇങ്ങനെ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വൈകിട്ട് ആനേനെ കുളിപ്പിക്കുന്ന പരിപാടി ഇല്ല. പിന്നെ 5:30 ആകുമ്പോൾ ഈ എലിഫൻറ്റ് ക്യാമ്പ് ക്ലോസ് ആവുന്നതോടുകൂടി ഇവർക്ക് വൈകിട്ടത്തുള്ള ഫുഡ് ഇവർക്ക് കൊടുത്തതിന് ശേഷം തിരിച്ച് ഇവരെ വീണ്ടും ഈ ഫോറസ്റ്റിനുള്ളിലോട്ട് തന്നെ വിടും. അവരുടെ പാപ്പാന്മാരും ആനയും കൂടെ ഫോറസ്റ്റിനുള്ളിലോട്ട് തന്നെ പോകും കേട്ടോ. എല്ലാത്തിനും പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന പരിപാടി ചിലപ്പോൾ നമുക്കിങ്ങനെ ഇതായിട്ട് തോന്നുമെങ്കിലും ഒരു കണക്കിന് അത് നല്ലതാണ് കേട്ടോ. അനാവശ്യമായിട്ട് ഇവരെ പോയിട്ട് ഇങ്ങനെ തൊടാനും ഇതാക്കാനും ആരും പോവില്ലല്ലോ, പൈസ കൊടുക്കേണ്ടതുകൊണ്ട്. ഫ്രീ ആണെങ്കിൽ എല്ലാവരും പോയിട്ട് അതിൻ്റെ മെക്കിട്ട് കയറിയേനെ. പിന്നെ ഒരാളിവിടെ 50 രൂപ കൊടുത്തിട്ട് ബ്ലെസ്സിങ്സൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആന അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്തെന്നെ ആരും വിളിക്കാത്തേന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരെ അങ്ങനെ അടുത്ത് പോയി നമുക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. അവർ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ മരത്തിൻ്റെ ഒരു വേലി പോലെ ഇങ്ങനെ കെട്ടിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ഇതുപോലെ തന്നെ ഒരു തടിയുടെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിലും ആനകളിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ എലിഫൻറ്റ് ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വെറും ഒരു എലിഫൻറ്റ് ക്യാമ്പ് അല്ല കേട്ടോ. ഇവിടുത്തെ ആനകൾക്കെല്ലാം കുങ്കി ആനകളുടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആനകളാണ്. ബെസ്റ്റ് കുങ്കി ആനകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുങ്കി ആനകളാണ് ധനഞ്ജയ, കഞ്ചൻ, അജയ, പ്രശാന്ത, ഹർഷ, സുഗ്രീവ, ശ്രീരാമ, ഗോപി. ഈ ആനകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് റെസ്ക്യൂ ഓപ്പറേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പരുക്ക് പറ്റിയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പുലികൾ, കടുവകൾ, ആനകൾ അങ്ങനെ കാട്ടുമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ തുരത്തി ഓടിപ്പിക്കാനും ഒക്കെ ഇവരെയാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ഇവിടുത്തെ ആനകളായിട്ടുള്ള കാവേരി, ധനഞ്ജയ, കഞ്ചൻ, അജയ, പ്രശാന്ത, ഹർഷ, സുഗ്രീവ, ശ്രീരാമ, ഗോപി ഇവരെല്ലാവരും ലോകപ്രശസ്തമായിട്ടുള്ള മൈസൂർ ദസറയിലെ കുറേ വർഷങ്ങളായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആനകളാണ് കേട്ടോ. എന്നാരെന്തോ ശ്രദ്ധിക്കാത്തെന്നും പറഞ്ഞുകൊണ്ട് ഒരാളിതാ അവിടെ ചില അഭ്യാസമുറകളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കുറേ നേരം നിന്ന് നമുക്ക് മടുത്തു. ഇനി ഇപ്പുറത്തെ സൈഡിൽ പോയപ്പോൾ കാട്ടിലെ ജീവിതം മടുത്ത് നാട്ടിലിറങ്ങി അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് വൈറലായ 2 പേരെയാണ് കേട്ടോ ആ കൂട്ടിൽ കൊണ്ടിട്ടിട്ടുള്ളത്. ഒരാളുടെ പേര് കരടി എന്നാണ്. ആരൊക്കെ അവിടെ കാണാൻ വന്നിരുന്നാലും തൽക്കാലം ഞാൻ വരില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരാളത് അറ്റത്ത് അങ്ങ് കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഒറ്റക്കൊമ്പ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പ്രവേശനമില്ല. പിന്നെ ആ കൂട്ടിനുള്ളിൽ കിടക്കുന്ന ആളുണ്ടല്ലോ, ആ ആളെ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 പേരെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുങ്കിയാന ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആളാരാണെന്നും അവരുടെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അവരുടെ വിശേഷങ്ങൾ കാണാം കേട്ടോ. തൽക്കാലം ബാക്കി അപ്പുറത്ത് നിൽക്കുന്ന ആളുകളില്ലേ, അവരുടെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു പോവാം. കർണാടകയുടെ അഭിമന്യു, കുങ്കിയാന ട്രെയിനിങ് കിട്ടിയിട്ടുള്ള അവരുടെ ക്യാപ്റ്റൻ അഭിമന്യു, ആ ഒരു ടീമിലുള്ള ആനകളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ധനഞ്ജയ, ഗോപി, സുഗ്രീവ, പ്രശാന്തൊക്കെ. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആനയായിരുന്നു അർജുന. അർജുനയാണ് ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു കുങ്കി ഓപ്പറേഷനിൽ വെച്ചിട്ട് കുത്തുകൊണ്ട് ചെരിഞ്ഞത്. ആ ആന ക്യാമ്പ് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അത് മദ്ദിക്കോട് ആന ക്യാമ്പിലാണ് ആനയുള്ളത്. പിന്നെ ഇവിടുന്ന് കുറച്ച് അകലെയായിട്ട് ഹാരങ്കി എലിഫൻറ്റ് ക്യാമ്പ് കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ വെള്ളം വറ്റുന്ന സമയത്ത് ഈ പാറയുടെ മേലെ കൂടെ ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നല്ലത് ഹാരങ്കിയിലോട്ട് പോവുമായിരിക്കും.
അതിനിടയിൽ ഇതാ ഒരു അച്ചാച്ചൻ ദേ ഇവിടെ നിന്നിട്ട് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് ആനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആനേനെ കുടുംബക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും നല്ല തിരക്കുണ്ട്. ഈ ഒരു സമയത്ത് വരുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് രാവിലെ വരായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആനനെ കുളിപ്പിക്കുന്നതൊക്കെ കാണാം, പിന്നെ ഇത്രയും വെയിലിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഈ എലിഫൻ്റ് ക്യാമ്പിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാരാണിത് ഫസ്റ്റ് തുടങ്ങിയത്. ആ സമയത്ത് ആനകളെ പിടിച്ചു കൊണ്ടുവന്നിരുന്നു, മറ്റേ വാരിക്കുഴി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പിടിച്ചു കൊണ്ടുവന്നിരുന്നത്. അതിനുശേഷം കുങ്കിയാന ട്രെയിനിങ് കൊടുത്ത് അവരെ മെരുക്കിയെടുത്ത് പിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തു എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ കുശാൽ നഗറാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നഗരം, അതൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളിതാ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരു വിധത്തിലൊക്കെ നമ്മൾ കണ്ടു. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ആനേനെ. സത്യം പറഞ്ഞാൽ കുറേ സമയം കൂടി ഇവിടെ നിൽക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരാൾ നമ്മുടെ ഓട്ടോ ഡ്രൈവറാണ് കേട്ടോ. മുഹമ്മദ് അലി എന്നാണ് ആ ചേട്ടൻ്റെ പേര്. മലയാളിയാണ്, അവർക്ക് മലയാളം അറിയാം. നമുക്ക് നിസർഗദാമയുടെ അവിടെ ഉണ്ടായിരുന്ന ഷോപ്പിലെ പിള്ളേരായിട്ടാണ് കേട്ടോ ഈ ഒരു ഓട്ടോ നമുക്ക് വിളിച്ചു തന്നത്. അപ്പോൾ വലിയ ചാർജൊന്നും ഇല്ലാതെ അവർ തന്നെയാണ് നമുക്ക് ഓട്ടോ അറേഞ്ച് ചെയ്ത് തന്നത്. ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് മൈസൂർ പോകുന്നവരുണ്ടെങ്കിൽ വിളിച്ച ആൾ വരും കേട്ടോ. വലിയ ചാർജൊന്നും ആൾ വാങ്ങിയിട്ടില്ല. പാവം മനുഷ്യൻ നമ്മളെ 2:30 ഇവിടെ കൊണ്ടുവന്നാക്കിയത് മുതലേ ആളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ആൾ കരിഞ്ഞു പോയ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് ഇറങ്ങി, കാരണം ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് മൈസൂർ പോകണം. കുശാൽ നഗർ പോയിട്ട് അവിടെ നിന്ന് വേണം ബസ് കയറി മൈസൂർ പോകാനായിട്ട്. ഏകദേശം 3-4 മണിക്കൂർ യാത്രയുണ്ട് മൈസൂർ വരെ. അപ്പോൾ ഇതൊക്കെയാണ് ആനക്യാമ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ ആനക്കാഴ്ചകളായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മൈസൂരിൽ നിന്ന് 10:45 ബസ്സിലാണ് നമ്മൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോകുന്നത്. കോഴിക്കോട് വരെയാണ് ഈ ബസ്സുള്ളത്. നൈറ്റ് പെർമിറ്റുള്ള ബസ്സാണിത്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവേഴ്സ് കേട്ടോ. എന്തായാലും ഇവർ രണ്ടുപേരും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബന്ദിപ്പൂർ വനത്തിലൂടെയുള്ള യാത്ര അതാ നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് നേരം ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നു. ഈ യാത്രയിൽ നമ്മൾ ആനേനെ കണ്ടു, അതുപോലെ തന്നെ കാട്ടുപോത്തിനെയും മാനിനെയും ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.